കോൺട്രാക്ട് കോസ്റ്റിങ്ങിലെ പാർട്ട് 2 ആണ് പറയുന്നത്. പാർട്ട് 2-ൽ പറയുന്നത് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതാണ് എക്സ്ട്രാ വർക്ക്, ഡിഫക്റ്റീവ് വർക്ക്. എക്സ്ട്രാ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ് എത്ര 20 നേരത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഒരു കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചത് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാനാണ്. ഈ ഫ്ലാറ്റിന് ഒരു 20 റൂംസ് ഉണ്ടെങ്കിൽ 20 റൂംസ് അല്ല, കോൺട്രാക്റ്റിക്ക് ആവശ്യം ഒരു 21 റൂംസ്, ഒരു റൂം കൂടി എക്സ്ട്രാ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ എഗ്രിമെൻറ്റ് വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ തമ്മിൽ എഗ്രിമെൻറ്റ് വെച്ചത് 20 റൂംസിന് വേണ്ടിയിട്ടായിരുന്നു. ബട്ട് എക്സ്ട്രാ ഒരു റൂമിന് കൂടി ആർക്ക് ആവശ്യമുണ്ട്? കോൺട്രാക്റ്റിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു വർക്ക് കൂടി കൊടുക്കണം ആർക്ക് വേണ്ടിയിട്ട്? ഒരു റൂം കൂടി ഉണ്ടാക്കണം, ഈ ഫ്ലാറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു റൂം കൂടി എക്സ്ട്രാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ടർ കൊടുക്കണതിനാണ് എക്സ്ട്രാ ഒരു വർക്ക് കൂടി. കൊടുത്ത എഗ്രിമെൻറ്റിൽ പുറമായിട്ട് എക്സ്ട്രാ കോൺട്രാക്ടർ കൊടുക്കുന്ന വർക്കിനെന്ന് പറയുന്നത് എക്സ്ട്രാ വർക്ക് എന്ന് പറയുന്നത്. എക്സ്ട്രാ വർക്ക് എന്ന് പറഞ്ഞാൽ ദ വർക്ക് given by contract other than agreement. എഗ്രിമെൻറ്റ് പ്രകാരം അല്ലാത്ത ദ വർക്ക് ഗിവൺ ബൈ ദ കോൺട്രാക്റ്റ് അതർ ദാൻ ഇൻ എഗ്രിമെൻറ്റ് ടു ദി കോൺട്രാക്ടർ. ആർക്ക്? ടു ദി കോൺട്രാക്ടർ. കോൺട്രാക്ടർക്ക് കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് പ്രകാരം വെച്ച വർക്കിലേക്കാളും എക്സ്ട്രാ ആയിട്ടൊരു വർക്ക് കൊടുക്കാനെന്ന് പറയുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ എക്സ്ട്രാ വർക്ക് എന്ന് പറയുന്നത് ദ വർക്ക് ഗീവൺ ബൈ ദ കോൺട്രാക്റ്റ് അതർ ദാൻ ഇൻ എഗ്രിമെൻറ്റ് ടു ദി കോൺട്രാക്ടർ. പിന്നെ ഡിഫക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരും മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കോൺട്രാക്ടർ ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റ് എന്താ? ഫ്ലാറ്റ് ഉണ്ടാക്കാനാണ്. ഈ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് വല്ല കള്ളത്തരങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ വല്ല സിമൻറ്റ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ സിമൻറ്റിൽ എന്ത് വിട്ടുവീഴ്ച വരുത്തുക, ക്വാളിറ്റിയിൽ കുറക്കുക, പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ മെറ്റീരിയൽസിലൊക്കെ വല്ല ഡാമേജസ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്ലാറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ അങ്ങനെ ചെയ്തിട്ട് ഈ ബിൽഡിങ്ങിന് വല്ല നാശനഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ടർ തന്നെ എന്ത് ഏറ്റെടുക്കണം? ആ ഡിഫക്റ്റീവ് വർക്ക് എന്താണോ ഡിഫക്റ്റീവ് ആയത്, ആ ബിൽഡിങ്ങോ ഫ്ലാറ്റ് ഉണ്ടാക്കുമ്പോൾ ഡിഫക്റ്റീവ് വന്നത്, അത് ആദ്യം തന്നെ ഏറ്റെടുക്കണം. കോൺട്രാക്ടർ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുക്കണം എന്നാണ് ഡിഫക്റ്റീവ് വർക്കിൽ പറയുന്നത്. ഡിഫക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇനി അടുത്ത 2 വാക്കാണ് എന്ത്? എസ്കലേഷൻ ക്ലോസും ഡി എസ്കലേഷൻ ക്ലോസ്. എസ്കലേഷൻ ക്ലോസ്, ഡി എസ്കലേഷൻ ക്ലോസ്. എസ്കലേഷൻ ക്ലോസ്, ഡി എസ്കലേഷൻ ക്ലോസ്. ഇത് സ്മോൾ ലെറ്ററിൽ ഇതിന് ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാക്കാൻ. എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടറെ സേഫ് ഗാർഡാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കോൺട്രാക്ടറെ സേഫ് ഗാർഡ് ചെയ്യാന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ഈ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ മെറ്റീരിയൽ ഈ കോൺട്രാക്ടർ ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു 100 രൂപയെന്ന് വിചാരിച്ചോ. 100 രൂപ ആയിരിക്കും. ഈ 100 രൂപ ഉണ്ടായിരുന്നത് കോൺട്രാക്റ്റിൻ്റെ സമയത്ത്, ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൈസ എത്ര ആയിട്ടുണ്ടാവും? ഒരു 150 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഈ കോൺട്രാക്ടറെ സംബന്ധിച്ച് എന്താണ് 50 രൂപ ആ സമയത്ത് എന്താണ് കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് 50 രൂപ കിട്ടേണ്ടതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് നടത്തുന്ന സമയത്ത് 150 രൂപയുടെ സാധനത്തിനാണ് 100 രൂപക്ക് കോൺട്രാക്ട് ഏൽപ്പിച്ചിട്ടുള്ളത്, കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഈ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് 100 രൂപ ആവുള്ളൂ എന്ന് വെച്ചിട്ടാണ് കോൺട്രാക്ടർ എഗ്രിമെൻറ്റിൽ ചേർന്നത്. ബട്ട് ആ സമയത്ത് 150 രൂപയായി മെറ്റീരിയലിന്. അഥവാ ഇപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റിനാണെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റിന് ഒരു 100 രൂപയെന്ന് വിചാരിച്ചോ. എക്സാമ്പിളാണ്. 100 രൂപയായിരുന്നു എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത്. ബട്ട് അത് കോൺട്രാക്റ്റിൽ ഈ പണി ചെയ്യുന്ന സമയത്ത് എത്രയായി? 150 ആയി. അപ്പോൾ എക്സ്ട്രാ 50 രൂപ വരെയാണ്. അപ്പോൾ അത് ആർക്ക് വരുന്ന കോസ്റ്റാണ്? കോൺട്രാക്ടർക്ക് വരുന്ന എക്സ്ട്രാ കോസ്റ്റാണത്. അപ്പോൾ അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോസാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് തന്നെ
കോൺട്രാക്ടർ എന്ത് പറയും, ഈ എക്സ്ക്ലേഷൻ ക്ലോസ് വഴി എന്ത് ചെയ്യും, ഇനിയിപ്പോൾ വില കൂടുകയാണെങ്കിൽ ആ വില കൂടിയ എമൗണ്ടിലായിരിക്കും ആ മെറ്റീരിയൽസിൻ്റെ കണക്കുകളൊക്കെ ചെയ്യേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സേഫ് ഗാർഡ് ദി കോൺട്രാക്ടർ. ഇനി ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ടു സേഫ് ഗാർഡ് ദി കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺട്രാക്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മെറ്റീരിയലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ 100 രൂപയായിരുന്നു. ഈ പണി ചെയ്യുന്ന സമയത്ത് ഒരു ചാക്കിൻ്റെ വിലയാണല്ലോ, ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ വിലയാണ് 100 രൂപ. പണി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വില എന്ന് പറയുന്നത് 90 രൂപ, 10 രൂപ കുറഞ്ഞൊരു ചാക്കിന് മുകളിൽ. അങ്ങനെയാണെങ്കിൽ അവിടെ കോൺട്രാക്ടർക്ക് എന്ത് ചെയ്യുന്നു, കോസ്റ്റ് വളരെ കുറവായിട്ട് കൊടുത്താൽ മതി. ഒരു ചാക്കിന് 90 രൂപ വെച്ച് കൊടുത്താൽ 100 രൂപ കൊടുക്കുന്ന സമയത്ത് 90 വെച്ച് കൊടുത്താൽ മതി. പക്ഷേ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്രിമെൻറ്റ് സമയത്ത് എത്ര 100 ആയിരുന്നു. ഇപ്പോൾ ഡി എസ്കലേഷൻ ക്ലോസിൽ പറയുന്നത് അങ്ങനെ 90 ആയി കഴിഞ്ഞാൽ ആ 90 എടുക്കാം. അത് ആരെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോൺട്രാക്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡി എസ്കലേഷൻ ക്ലോസ് ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യും, എസ്കലേഷൻ ക്ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ടറെ സേഫ് ഗാർഡ് ചെയ്യും. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ആർക്കിടെക്റ്റ് എഞ്ചിനീയർ നോക്കിയിട്ട് വർക്ക് സർട്ടിഫൈഡും ആക്കി അൺസർട്ടിഫൈഡും ആക്കി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 തരമായിട്ട് ക്ലാസിഫൈഡ് ചെയ്യാം. ഒന്ന്, വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ 2ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്യാം. ഒന്ന് വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡുമായിട്ടും ക്ലാസിഫൈഡ് ചെയ്യാം. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആ വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ എക്സാമ്പിളിലാണെങ്കിൽ വർക്ക് അൺസർട്ടിഫൈഡ് എത്രയായിരുന്നു, വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ 10 lakh ആയിരുന്നു, 20 lakh എന്ന് പറഞ്ഞത് സർട്ടിഫൈഡും. അപ്പോൾ 10 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 lakhൽ എന്ത് മാത്രമേ ഉള്ളൂ, കോസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കോൺട്രാക്ടർക്ക് വന്നിട്ടുള്ള കോസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇതിൽ. പക്ഷേ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും. കോൺട്രാക്ടറെ കോസ്റ്റ് എത്രയാണോ അതും അതിൻ്റെ ഒപ്പം ഇപ്പോൾ നമ്മൾ കോൺട്രാക്ടർ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കോൺട്രാക്ടറാണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ്, ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വന്നിട്ടുള്ള കോസ്റ്റിൻ്റെ ഒപ്പം നമ്മളിതായ ഇത്ര ശതമാനം, കോസ്റ്റിൻ്റെ മുകളിൽ ഇത്ര ശതമാനം പെർസെൻറ്റേജ് കൂട്ടിയിട്ടായിരിക്കും, പ്രോഫിറ്റ് കൂട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക ഇവരോട് പറയുക. അപ്പോൾ ഇത് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റും ഉണ്ടായിരിക്കും, അതിലെന്തുണ്ടായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്തതിൽ എത്രയായിരുന്നു, 20 lakh ആയിരുന്നു വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വർക്ക് സർട്ടിഫൈഡ് അങ്ങനെ ഇത് വർക്ക് അൺസർട്ടിഫൈഡ് അവിടെ കഴിഞ്ഞിട്ടാണ്. ഇനി വർക്ക് സർട്ടിഫൈഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കോസ്റ്റിൻ്റെ ഒപ്പം കോസ്റ്റ് 100% എടുത്തെന്ന് വിചാരിച്ചോ. 100% കോസ്റ്റിൻ്റെ ഒരു ഇത്ര ശതമാനം നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്തതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുക വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിനൊപ്പം നമ്മളിപ്പോൾ ഒരു 50% അല്ലെങ്കിൽ 50% എന്ത് ചെയ്ത് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനത്തിന് ഈക്വലായിരിക്കും, 150%-ന് ഈക്വലായിരിക്കും. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100%-ൻ്റെ 50% നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്ത്, അപ്പോൾ 50% പ്രോഫിറ്റ് ആഡ് ചെയ്ത്. അങ്ങനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 150%-ന് തുല്യമായിരിക്കും. നമ്മൾ നേരത്തെ പിന്നെ പറഞ്ഞ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ 2 ആക്കിയിട്ടുണ്ട്, വർക്ക് സർട്ടിഫൈഡ് ആക്കിയിട്ടുണ്ട്, വർക്ക് അൺസർട്ടിഫൈഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വർക്ക് സർട്ടിഫൈഡിനെ 2 ആക്കിയിട്ടുണ്ട്, വർക്ക് സർട്ടിഫൈഡിനെ 2 ആക്കി ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആക്കിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ് വർക്ക് സർട്ടിഫൈഡ് ചെയ്തതിനെ നമ്മൾ ക്യാഷ് റിസീവ്ഡും റിട്ടൻഷനും മണി ആക്കിയിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺട്രാക്റ്റ്
ആർക്കിടെക്ട് എഞ്ചിനീയർ സർട്ടിഫൈഡ് ചെയ്ത ഈ എമൗണ്ടിൽ നിന്ന് കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന എമൗണ്ടാണ്. എത്ര എമൗണ്ടാണ് കൊടുക്കുന്നത് അതാണ് ക്യാഷ് റിസീവ്ഡും പിടിച്ചു വെക്കുന്ന എമൗണ്ടാണ് റിട്ടൻഷൻ മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 16 ലക്ഷം 4 ലക്ഷം ക്യാഷ് റിസീവ്ഡും റിട്ടൻഷൻ മണി അങ്ങനെയായിട്ട് ക്ലാസ് കിട്ടും. അപ്പോൾ വർക്ക് സർട്ടിഫൈഡിനെ ക്യാഷ് റിസീവ്ഡ് ആയി കിട്ടും. ക്യാഷ് റിസീവ്ഡ് എത്ര ആക്കിയിട്ടുണ്ട്? 16 ലക്ഷം രൂപ 16 ലക്ഷം ആക്കിയിട്ടുണ്ട്. 4 ലക്ഷത്തിന് എന്താക്കിയിട്ടുണ്ട്? റിട്ടൻഷൻ മണി ആക്കിയിട്ടുണ്ട്. റിട്ടൻഷൻ മണി. വർക്ക് സർട്ടിഫൈഡ് 100% ആണെങ്കിൽ വർക്ക് നമ്മൾ ക്യാഷ് റിസീവ്ഡ് വർക്ക് സർട്ടിഫൈഡ് എത്രയാണോ അതിനെയാണ് 2 ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 lakh പ്ലസ് 4 lakh 20 lakh ആയിരിക്കും. എന്ന് പറയുന്നത് 20 lakh ആണ് എന്ത്? വർക്ക് സർട്ടിഫൈഡ് 100% ആണ്. വർക്ക് സർട്ടിഫൈഡ് എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 20 lakh ആണ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 20 lakh ആണ്. ഈ 20 lakhൻ്റെ വർക്ക് സർട്ടിഫൈഡ് നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് ഉണ്ട്, റിട്ടൻഷൻ മണി ഉണ്ട്. വർക്ക് സർട്ടിഫൈഡിൻ്റെ 100% ആണ് വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 16 ലക്ഷം 80% തുല്യമായിരിക്കും. റിട്ടൻഷൻ മണി എന്ന് പറയുന്നത് 20% എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ? വർക്ക് സർട്ടിഫൈഡ് ഈസ് ഈക്വൽ ടു ക്യാഷ് റിസീവ്ഡ് പ്ലസ് റിട്ടൻഷൻ മണി. ക്യാഷ് റിസീവ്ഡ് പ്ലസ് റിട്ടൻഷൻ മണിയാണ് എന്ത് പറയുന്നത്? വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതോടെ കോൺട്രാക്ട് കോസ്റ്റിംഗത്തെ ടേംസുകളെല്ലാം കഴിഞ്ഞു. ഇനി ഫോർമാറ്റ് എങ്ങനെയാണ് പ്രോബ്ലംസ് ഇല്ലസ്ട്രേഷൻസ് ഒക്കെ അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഉണ്ടാവും.